വന്നറിഞ്ഞു. ഒന്ന് കണ്ടേച്ചു പോവാൻ വന്നതാ. മോക്ക് അങ്കിളിനോട് പിണക്കൊന്നുമില്ലല്ലോ? ഞാൻ എന്തിനാ വക്കീലങ്കിളിനോട് പിണങ്ങുന്നേ? എല്ലാം എന്റെ തലയിലെഴുത്ത്, അനുഭവിച്ചല്ലേ പറ്റൂ. ഇത് വിധിയല്ലേ മോളെ, ചതിച്ചതാ. എല്ലാരും ചേർന്ന് നിന്റെ അച്ഛനെ ചതിച്ചതാ. അതുകൊണ്ട് പഠിച്ച നിയമം മുഴുവൻ പയറ്റി നോക്കിയിട്ടും എനിക്ക് അവനെ രക്ഷിക്കാനാവാതെ പോയത്. കോടതി പോലും നമ്മളെ ചതിച്ചില്ലേ മോളെ? എന്തിനാ വക്കീലെ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണേ? എല്ലാം മറന്നു വരിക. അവൾ അറിയണോടോ, അവളെല്ലാം അറിയണം. കൂടെ നിൽക്കുന്ന മുഴുവൻ ചതിയന്മാരാ. അവരെല്ലാരും കൂടെ ചേർന്ന് ഇവളെ കൊല്ലാനും മടിക്കില്ല. നീ ഇവിടെ ഇങ്ങനെ തനിച്ച് താമസിക്കുന്ന അപകടമാണ്. ഇവിടെ നീ നിൽക്കണ്ട, പൊയ്ക്കോ. ഇവിടെ ഇവൾക്കൊരാപത്തും വരില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? വക്കീൽ ചെന്നാട്ടെ, സമയം ഒരുപാടായി. എന്നാൽ അങ്കിള് പോയിട്ട് വരാം മക്കളെ. മോൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട, അകത്തേക്ക് പോയിക്കോളൂ. ചെല്ല്. ആരാ ആരാ അത്? വക്കീൽ എങ്ങോട്ടായി രാത്രിയില്? ഞാൻ ഗീതുമോളെ ഒന്ന് കാണാൻ പോയതാ. നിങ്ങളുടെ നിയമപ്രകാരം അതും തെറ്റാണോ? വക്കീലിനെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും വക്കീൽ ഞങ്ങളോട് സഹകരിക്കുന്ന നല്ലത്. മാടശ്ശേരി തമ്പിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് വക്കീലാണെന്ന് ഞങ്ങൾക്കറിയാം. ഇതൊക്കെ അറിയാമെങ്കിൽ സാറല്ലേ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യും, ജയിലിൽ കൊണ്ടുപോയി തല്ലുക, ഉരുട്ടുക, എന്ത് വെള്ളം ചെയ്തോ. അല്ലാതെ ടോർച്ചും തെളിച്ചോണ്ട് വന്നാൽ ആരെങ്കിലും സത്യം പറയോ സാറേ? സോറി. എന്തിനാ ഇപ്പൊ ഗീതുവിന്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അറിയണേ? എന്തിനാണെന്ന് ചേട്ടൻ അറിയായിരിക്കുമല്ലോ. ഗീതുവിന്റെ അച്ഛനും അമ്മ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് അവർ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. അല്ല, ചില ഫാമിലി മാറ്റേഴ്സ് ഒക്കെ സംസാരിക്കാനുണ്ട്, തീരുമാനിക്കാനും. രണ്ടാളെയും കാണാൻ പറ്റില്ല. ഗീതുവിന്റെ അമ്മ മരിച്ചിട്ട് 10-11 കൊല്ലായി. ഗീതുവിന്റെ അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാടശ്ശേരി തമ്പി. അയാളെ കാണിച്ചു കൊടുത്താൽ ഗവൺമെന്റിൽ നിന്ന് 50,000 രൂപ കിട്ടും. കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആളാ ഇപ്പൊ ജയിലിൽ ചാടി. കഷ്ണം കഷ്ണമായി കൊത്തി നുറുക്കി പുഴയിലേക്ക് എറിഞ്ഞു. ആരെയാന്നറിയോ? ഇല്ല. ഇതുപോലൊരു കഥയുമായി വന്നവനെ. കഥാപ്രസംഗക്കാരനെയാ? അവൻ പറഞ്ഞത് കഥാപ്രസംഗല്ല, അധിക പ്രസംഗ. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞ അവൻ വന്നത്. തമ്പി അദ്ദേഹം ആദ്യ സ്നേഹത്തിൽ പറഞ്ഞു, പിന്നെ വരട്ടി. അവൻ പോയില്ല, അവസാനം അവനെ കൊന്നു. എന്റെ ബ്രേക്ക് ഇട്ട് വണ്ടി വാ. പക്ഷേ കൊന്നത് മാടശ്ശേരി തമ്പി അല്ല എന്നും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത്. ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. തമ്പി ആരെയും കൊല്ലില്ല, അത് എനിക്കറിയാം, നല്ല പോലെ അറിയാം. 10-15 കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പിള്ളി. തമ്പിയെ ചതിച്ചത് പാലത്തറക്കാരാണെന്നാ പറയണേ. പക്ഷേ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു. എന്തിനാ? പിന്നെ ജയിലിൽ ചാടി. അതെന്തിനാ? ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തൂന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തിനാ? എന്തിനാ? ഉത്സവം കാണാനല്ല. ചതിച്ചവന്മാരോടൊക്കെ പകരം ചോദിക്കാൻ. അതാരാണെന്നറിയോ? അറിയില്ല. എനിക്കും അറിയില്ല. ഇതിന്റെ ഇടയിൽ പ്രേമെന്നും കല്യാണമെന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല, നിങ്ങളും നടക്കില്ല. അതെന്താ? പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകൾ രണ്ടും അവര് വെട്ടിയെടുത്താ പിന്നെ പിച്ച എടുക്കാൻ പറ്റൂടാ, തെണ്ടി പട്ടികളെ. നമ്മളിപ്പോ എവിടെ നിന്ന് വന്നേ? ഞാൻ അവിടുന്ന് എവിടെ വന്നത്? എന്നെ വഴി തെറ്റിക്കാൻ നോക്ക വൃത്തികെട്ടവന്മാര്. ഈ കോങ്ങണിന് പ്രാന്തമുണ്ടോ? എത്ര നേരം വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കണം? ഈ ഏരി മുഴുവൻ നല്ല മൂർഖം പാമ്പുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒരു പേടുത്തൂറി എടാ, മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം. ബാബോ ആശാനെ വന്നുണ്ട്. അയ്യോ ബാബോ, പാമ്പല്ല ആശാനെ, അവന്മാരില്ലേ വന്നത്. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോണ സ്ഥലമൊക്കെ വേണമെങ്കിൽ നോക്കിക്കൂടാ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് തെങ്ങിക്കേരെങ്കിലും ജീവിക്കാം. അവന്മാര് ദേ എത്തിപ്പോയി ആശാനെ. എത്തട്ടടാ എത്തട്ടെ. ഇടിവെട്ടേറ്റ തെങ്ങ് കണ്ട നിന്റെ തല പോലെ. എന്റെ ഞാൻ നമുക്ക് തെറ്റാ. എന്ത്? അതല്ലടാ. പിന്നെ അത്
അതൊന്നുമല്ലേ കത്തിക്കന്നല്ല കല്ലാക്കാരനല്ല ഞാൻ കേവലം നിങ്ങളെ പോലൊരു ഹലോ ഇതാണ് ചരിത്രനാടത്തിന്റെ ആൾക്കാരല്ലേ ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ ഓ അത് ശരി ഉത്സവത്തിന് വന്നാ ഹലോ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ ആദ്യം ഞങ്ങളുടെ പരിപാടി ഞാനേ ആശാനെ തൈര് കലക്കണ സാധനം ഇതാണ് അത് ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത് എന്താ ഇതിന്റെ മെത്തേഡ് മെത്തേഡ് ഈസി. ആദ്യം ഇതിങ്ങനെ പിടിക്കണം. ഇത് തൈര് കലക്കാനുള്ളതല്ല, പിന്നെ പിന്നെ നെഞ്ച് കലക്കാനുള്ളതാണ്. ആരുടെ? ആരാണ് ഇവരെ അടിച്ചത്? ഇയാളെന്റെ കണ്ണിലിട്ട് കുത്തി ഇവനെന്റെ താരക്കെട്ട് ചവിട്ടി അത്രയ്ക്കായോ? ഞങ്ങളാണ് ആദ്യം ഇവർ ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ അടിക്കാൻ അവകാശം ഞങ്ങൾക്കാ. അങ്ങനെ ഒരു നിയമമില്ല. മുന്നിൽ കിട്ടിയാൽ ആദ്യം അടി ഞങ്ങൾക്കാ. ഇല്ലേ? എങ്കിൽ നിങ്ങൾ മുന്നിൽ നടി, ഞങ്ങൾ പിന്നിൽ നടിക്കാം. പിന്നെ സൈഡിൽ കൂടെ ആരെങ്കിലും അടിക്കും അടിയടാ. പ്രേമിക്കാൻ നീ ആര് മോനെ? പ്രേം ചോപ്രയോ? മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. നല്ലോണം ഞെരിക്ക്. പിടിക്കടാ. അവനെയല്ല എന്നെ. അവനെ പിടിക്കാം. നിർത്തണോ? കൂടെ നിൽക്കണം. അവനെ പോയി അടിക്കണോ? എവിടെ പോയി അടിക്കണം? അവിടെ പോയി അടിക്കണോ? നിനക്ക് പാലത്തറയിലെ പെണ്ണിനെ കെട്ടണോ? എന്നാലേ കെട്ടിച്ച് തരാവടാ എന്താ വർക്കിച്ചേട്ടാ? അടി അടി പൊരിഞ്ഞടി. ഓടി വാ ഓടി വാ. പ്രേമിക്കണല്ലടാ. പ്രേമിക്കാതെ നിനക്ക് ഉറക്കം വരൂല്ലേ? എന്ത് ഭ്രാന്തായി കാണിക്കണേ? അവര് വിട്, അവര് വിട്. അവര് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല. അവര് കഥാപുസ്തകക്കാര് അല്ല. ഞങ്ങൾ പ്രേമിക്കാൻ തന്നെ വന്നതല്ല. കഥാപുസ്തകക്കാര്. അതെ, ഞങ്ങൾ ഉത്സവത്തിൽ കഥ പറയാൻ വന്നതാ. ഗാനഭൂഷണം കൊച്ചിൻ കേട്ടില്ലേ? നിന്റെ ചെണ്ടിയും പപ്പടം ഞാൻ ഉത്സവത്തിന് കഥ പറയാൻ വന്നാണ്. എന്തിനാടാ ഇത്ര നേരത്തെ വന്നത്? അടിയടാ. എന്തിനാടാ ഗീതയോടൊപ്പം വന്നത്? അത് പിന്നെ മാളികപ്പുരയെ താമസിച്ചെന്തിനാടാ? അതും ഫുഡ്. അവരങ്ങനെയാ. ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്നേ കഥ എഴുതൂ. അവിടുത്തെ കഥയെ പറയൂ. വായി തുറന്ന് പറയൂ. അതെ, ഞങ്ങൾ ഈ നാട്ടിലെ കഥ ഈ നാട്ടിൽ എഴുതാനാണ് നേരത്തെ വന്നത്. ഈ നാട്ടിലെ കഥയോ? ആരെപ്പറ്റി കഥ എഴുതാനാടാ നീ വന്നത്? മാടശ്ശേരി തമ്പിയെ പറ്റി. അതെ, മാടശ്ശേരി തമ്പിയുടെ കഥയാ ഞങ്ങളോട് പറയാൻ പോകുന്നത്. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്ന് പറഞ്ഞ ഒരുത്തരോട് വന്നില്ലേ? എവിടെ നിന്ന് വന്നു? അവനെ കൊന്നില്ലേ? ആര് കൊന്നു? മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാര്? ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ? ആരോട് പകരം വീട്ടാൻ? ഇതാണ് ഞങ്ങളോട് പറയാൻ പോകുന്ന കഥ. ഇനി ആർക്കാണ് ഞങ്ങളെ
തല്ലേണ്ടത്. വാ വന്ന് തല്ലേ. മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാർ ആരാന്ന് വെച്ചാ വന്ന് തല്ലടാ, വന്ന് തല്ലടാ. വാടാ. ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. അറിഞ്ഞോ? പോരാ പോരാ, അറിഞ്ഞോ? ആ കുപ്പിയിലും കല്ലിലും നോക്കണം. അങ്ങനെയല്ല, അതെ നോക്കൂ, ഇങ്ങനെ അറിയണം. ഇല്ലല്ലോ, ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ്. അറിഞ്ഞോ? ഇത് കൊള്ളൂലേ? നല്ല ഉന്നുള്ള കൈയാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കഥാപ്രസംഗക്കാരാ. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇവിടെ വന്നേ. ആ 2 കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞിട്ട് എന്തായാലോ? അവരല്ലേ സാറിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നത്? ആ തെണ്ടികളാണ് ഈ എടാ, നീയൊക്കെ മാടശ്ശേരി തമ്പിയുടെ കഥ പറയല. പറയും സാർ. പറയില്ല സാർ, പറയാം. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം. കൈമാറ്റടാ, ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ. പ്രശ്നം ഉണ്ടല്ലേ? ആവശ്യത്തിന് ഷുഗർ വേഗം സ്ഥലം വിട്ടോണം. ഇനി 2 പേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയാ കരിങ്കല്ലിനെ മുട്ടുകാലിയടിച്ചോളാം. ഓടണ്ട, ജീപ്പിലോട്ട് കയറ്. ഇവന്മാരെ അങ്ങനെ ഓടിക്കാൻ നോക്കണ്ട. ഇവന്മാരെ എന്റെ ഉത്സവത്തിന് കഥ പറയാൻ വന്നവരാ. അവര് കഥ പറയും. ഇതിൽ പോലീസ് ഇടപെടണ്ട. പിന്നെ കള്ളന്മാരെ ഇടപെടണോ? അതുകൊണ്ടാണല്ലോ താൻ ഇടപെടണ്ടെന്ന് പറഞ്ഞത്. ഇടപെട്ട തന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റുന്ന പ്രശ്നമില്ല. ഈ നാട്ടിൽ തന്നെ കിടക്കും. പെൻഷൻ പോലും ഇല്ലാതെ ടെൻഷൻ അടിച്ച്. അയ്യയ്യേ, നിങ്ങൾക്ക് ഈ വിവരം എന്നോട് പറയാമായിരുന്നില്ലേ? എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുമായിരുന്നല്ലോ. ഞങ്ങൾ അങ്ങനെയാ, എല്ലാ രഹസ്യമായിട്ടേ ചെയ്യൂ. ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്നത് പോലും രഹസ്യങ്ങളിൽ നിന്നാ. അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവും. എല്ലാ രഹസ്യങ്ങളും അന്ന് പരസ്യമാക്കണം. ഓഹോ, പാലത്തറക്കാരുടെ എല്ലാ ചെറ്റത്തരങ്ങളും അന്ന് വിളിച്ചിട്ട് കൊണ്ടുവരണം. അവരുടെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനും ഓ ഓ എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. നിങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പാലത്തറക്കാരെ നാട്ടുകാർ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് അടിക്കണം. ഓ ഓ, അല്ല, അങ്ങനെ പറഞ്ഞാ അവര് ഞങ്ങൾ ഓടിച്ചിട്ട് അടിക്കൂലേ? അടിക്കും. പക്ഷെ പറയാതിരുന്നാൽ ഒടിച്ചു മടക്കും. ആരാരെ? ഞാൻ നിങ്ങളെ. കഥയുടെ പേര് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. റീൽസിൽ തുടങ്ങിയുള്ളൂ. ഇവിടെ വെച്ചല്ല, അവിടെ. ആരെയാണ്? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, അവളുടെ ബന്ധുക്കളെ നമ്മൾ കയ്യിലെടുക്കുന്നതാ ബുദ്ധി. വാ. ഗീതുവിന്റെ ബന്ധുക്കളാ? അതെ. ഗീതുവിന്റെ ആരായിട്ട് വരും? അച്ചമ്മയാ ഞാൻ. ഗീതുവിന്റെ അച്ഛമ്മ. എന്തൊരു നല്ല അച്ഛമ്മ. അച്ഛമ്മ അനുഗ്രഹിക്കണം. ഗീതുവിന്റെ ചെറിയമ്മ. ഗീതുവിന്റെ ചെറിയമ്മ. നല്ല ഉഗ്രം ചെറിയമ്മ. ചെറിയമ്മ അനുഗ്രഹിക്കണം. ഇത് ഇവിടുത്തെ വേലക്കാരി. കലക്കം വേല തന്നെ. വേല. സോറി, വേലക്കാരികളെ കണ്ട പണ്ടേ ജീവിക്കുന്നത്. നിങ്ങളുടെ കഥയുടെ പേരെന്താ പറഞ്ഞത്? പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ.